നമ്മുടെ സ്വന്തം കൈ കൊണ്ട് മണ്ണൊക്കെ കുഴച്ച് ഇതാണോ വർഗീസ് പറഞ്ഞ നിന്റെ നിധി? കളികൾ മൊത്തം തുടങ്ങുകയാണ് പോലെ അങ്ങനത്തെ സെറ്റപ്പാട്ട് ഇവിടെ മണിയൊന്ന് കാണിക്കടാ. എന്താ നമുക്ക് കുറച്ച് ഇഷ്ടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ കൂട്ടുകാർ ഇന്ന് ഭയങ്കര പ്രത്യേകതയുള്ള ദിവസമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകതയുള്ള ദിവസം വരുമല്ലോ. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് പോവുകയാണ് ഞങ്ങൾ. അത് നടപ്പിലാക്കാൻ വേണ്ടി പോവാണ് അല്ലേ, പരിശ്രമിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു പരിശ്രമമാണ് കേട്ടോ സംഭവം. എങ്ങനെ നമുക്ക് അപ്പൊ രണ്ടിനും ഒരേപോലെ മുടിയൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ ഒരു പ്രയത്നത്തിന് വേണ്ടി അങ്ങനെ ഇറങ്ങുവാണ് കൂട്ടുകാരെ. നമ്മള് കേട്ടോ കുഞ്ഞിപ്പെണ്ണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് സുന്ദരി കുട്ടിയുടെ ഉറങ്ങും കേട്ടോ. ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയുടെ ഉറങ്ങുന്നുണ്ട്. അങ്ങനെയാണ് ഉറങ്ങുന്നത്. യോയോനെ കിട്ടിട്ടോ. യോയോനെ നമ്മള് രാത്രി മാത്രമാണ് യോയോനെ കാണാറുള്ളൂ സാധാരണ. കണ്ടോ യോയോ കടന്ന് ഉറങ്ങുന്ന സ്ഥലമാട്ടോ. അവന് ഏത് സമയം ഉറക്കായിരിക്കും. അവന് ഭക്ഷണം കഴിക്കും, ഉറങ്ങും. രാത്രിയാകുമ്പോ പുറത്തു പോകും. അതാണ് അവന്റെ ഡ്യൂട്ടി കേട്ടോ. പിന്നെ മണിയൊക്കെ ഉണ്ട്. മണി കാണിച്ചെടുത്ത് യോയോ എടാ മണി കാണിക്കടാ. ഓ നിന്റെ മണിയൊന്ന് കാണിക്കടാ. എന്താ അയ്യോ ഇവിടെ നിന്നിട്ട് കുഞ്ഞിപ്പെണ്ണിനെ നോക്കി കിടന്ന് ഉറങ്ങിക്കോളും. അവനാരും നോക്കൊന്നുമില്ല. അവൻ അതിന്റെ അപ്പുറം ബോധം കെട്ടോ ഉറങ്ങുന്നേ. അപ്പൊ പിന്നെ മമ്മിയും കുഞ്ഞേച്ചി പരിപാടി കേട്ടോ. കുഞ്ഞേച്ചി ഇവിടെ എന്തൊക്കെയോ പരിപാടി കേട്ടോ ഇട്ടിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് കണ്ടോ. എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മമ്മി അവിടെ പാത്രം കഴുകുന്നു. മൊത്തം പരിപാടി കേട്ടോ. അപ്പൊ കൂട്ടുകാരെ ഇതിൽ ഏറ്റവും മെയിൻ എന്താ മൂത്താശാരി ഇല്ലേ. മൂത്താശാരി ഇവിടെ വലിയ പരിപാടി കേട്ടോ. എന്ത് പണിയാണ് എടുത്തോണ്ടിരുന്നേ? എങ്ങനെ ഒന്ന് കാണിച്ചു തന്നെ. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ ചുറ്റിയും കൂടെ ഈ പലയും കൊണ്ട് നമ്മൾ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോകും കൂട്ടുകാരെ. എന്താ സാധനം എന്ന് വെച്ചാൽ നീ പറഞ്ഞ സാധനം നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇഷ്ടിക്കേണ്ട ആവശ്യമുണ്ട്. ഇഷ്ടിക എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് പറയാ. അത് ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ പറയുന്നതാണ്. പക്ഷെ നമുക്ക് ആദ്യം ഇഷ്ടിക വേണം. പക്ഷെ ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വന്തം കൈ കൊണ്ട് മണ്ണൊക്കെ എങ്ങനെ തിന്നുന്ന സാധനമല്ല, കുഴക്കുന്ന സാധനം. കണ്ടോ കുഞ്ഞിപ്പെണ്ണിന് ഒരു പൊട്ട് കൊടുത്തേ. അപ്പൊ അവന് അപ്പൊ നമ്മൾ ആ ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇഷ്ടിക ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അച്ച് വേണമല്ലോ. ഇങ്ങനെ പല നാല് ചതുരം പോലിരിക്കുന്ന അച്ച് വേണമല്ലോ. അതിന്റെ മേലെ നമ്മൾ മണ്ണൊക്കെ കുഴച്ച് ആ ഷേപ്പിനുള്ള അച്ച് വേണം. അതിന്റെ മേലെ നമ്മൾ മണ്ണ് കുഴച്ചിട്ട് സെറ്റ് ആക്കുമ്പോഴാണ് ഇഷ്ടിക ഉണ്ടാകുന്നത്. എന്നിട്ട് ചൂടൊക്കെ ആക്കുമ്പോഴാണ് ഇഷ്ടിക ഉണ്ടായി വരുന്നത്, ഇഷ്ടിക കട്ട. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പലക എടുത്തേക്കുന്നത്. ഈ പലകയിൽ ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നത് മൂത്താശാരിയുടെ വീട് കേട്ടോ. അപ്പൊ നമുക്ക് ആ അച്ച ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഈ മണ്ണൊക്കെ കുഴച്ച് നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെ എടുത്ത് പുഞ്ഞു പറഞ്ഞ പോലെ ആ മണ്ണ് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടിക ഉണ്ടാക്കി ചൂടാക്കിയിട്ട് വേണം. നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ആ ഇഷ്ടിക കൊണ്ട് കേട്ടോ. അപ്പൊ ആ ഇഷ്ടിക അപ്പൊ ആ പലയ്ക്ക് നമുക്ക് ചുറ്റിയ കുറച്ച് ആണികൾ വേണം. മുകളിലുണ്ട്, മുകളിൽ നേരത്തെ കിടക്കുന്നുണ്ടായിരുന്നു മച്ചിന്റെ മുകളില്. അത് മതിയാവും എന്തായാലും പിടിക്കുന്ന. നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മള് പണ്ട് ഇവിടെ, അതായത് ഇവിടെ അപ്പന്റെ കാലത്ത്, പപ്പയുടെ അപ്പന്റെ സമയത്ത് അവരിവിടെ കട്ടയൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ആ അപ്പനാട്ട് വിളിക്കുക. അപ്പൊ അപ്പനൊക്കെ കട്ട പിടിച്ചോണ്ടിരുന്ന സാധനം മച്ചിന്റെ മേലെ പണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അതായത് ഈ കട്ട ഉണ്ടാക്കുന്ന അച്ച് മച്ചിന്റെ മേലെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതോ പണ്ട് കാലത്ത് യൂസ് ചെയ്തോണ്ടിരുന്ന സാധനമാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ സാധനം ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ മച്ചിന്റെ മണ്ടേ കയറി നമുക്ക് തപ്പാട്ടോ. അപ്പൊ മമ്മി ഇതാണ്ട് കോണിപ്പടിയും കൊണ്ട് വരുന്നുണ്ട് മച്ചിന്റെ മേലെ കയറാൻ കേട്ടോ. ഇതാണ് മച്ചിലേക്കുള്ള കവാടം കേട്ടോ. സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കാണിച്ചില്ല. മമ്മീന്റെ അനുമതി ഉണ്ടല്ലേ കാണിച്ചു പറ്റും. ഹെഡ് ഓഫീസിൽ അപ്പം ഇവിടെ പണ്ട് ഇങ്ങനെ മരത്തിന്റെ കോണി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റി, ഇവിടെ സ്പേസ് കിട്ടാൻ വേണ്ടിട്ട് അതൊക്കെ എടുത്ത് മാറ്റി. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പോർട്ടബിൾ കോണിയാണ് ഇപ്പൊ വാങ്ങിച്ചേക്കുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് മേലെ കയറുക. അപ്പൊ ഈ വാതിൽ തുറന്നാൽ ഇത് കണ്ടോ, ഇതൊരു വാതിൽ. അത് തള്ളി തുറന്നിട്ട് വേണം മേലെ കയറാൻ. കാണിച്ചു തരാം കേട്ടോ. മമ്മി കയറൂട്ടോ ഇതിന് മേലെ. എല്ലാവർക്കും ഈ ഇതായത് കാരണം കയറാൻ പറ്റും കേട്ടോ. അതെ മമ്മിയാണ് കയറുന്നത്, നമ്മളെ ആരെയും കയറ്റാറില്ല അങ്ങനെ. അവിടെ കയറിയിട്ട് അത് പൊക്കിയിട്ട് അവിടെ ഒരു ആണിയുണ്ട്. അപ്പൊ ഇത് തുറന്നിട്ട് ഇത് കണ്ടോ, അതിങ്ങനെ തുറക്കുമ്പോ അവിടെ ഒരു ആണിയുണ്ട്. അപ്പൊ നേരെ കയറി
കണ്ടോ? അപ്പൊ കൂട്ടുകാരെ നാടെ മേലെ എത്തി, നമ്മൾ മച്ചിന്റെ മേലെ എത്തിട്ടോ. ഇവിടെ ഭയങ്കര രസാട്ടോ. എന്താണ് രണ്ടാം നില പോലെ അല്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പാട്ടോ ഇവിടെ. അപ്പൊ ഇതാണ് സാധനം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പറഞ്ഞ സാധനം കാണിച്ചു തരാം. കണ്ടോ, കുറെ പാത്രങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ട്. ഇത് പണ്ടൊട്ടേ ഉള്ള പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് അപ്പൊ നമ്മൾ പറഞ്ഞ സാധനം. കണ്ടോ, ഈ സാധനം വെച്ചിട്ടാണ് കട്ട ഉണ്ടാക്കുന്നത്. ഇതാണ് അച്ച്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി പരിപാടികൾ തുടങ്ങാം. പൊന്നോ എന്നാ, പൊന്നു ഏണീന് മേലെ കയറിട്ടോ. അങ്ങനെയാ സാധനം. ആ പോട്ടെ പോട്ടെ, മമ്മീനെ എഴുതി കൊടുത്തോ. പിടിച്ചോ, അതല്ലേ സാധനം മമ്മി. ആ എന്നാ ഇറങ്ങിക്കോ. ചാച്ചാ ഇപ്പൊ ഇറങ്ങി വരൂ കേട്ടോ. റോഡിന് കയറണം കയറിപ്പോ. മുകളിലേക്ക് വെച്ചിട്ട് കയറാൻ പറ്റില്ല കേട്ടോ. ഞാൻ കാണിച്ചു കൊടുക്കാം. നിക്കടൂടു, ചാച്ച എടുക്കട്ടെ. ഡൂഡുവിനപ്പം മച്ച ആദ്യമായിട്ട് ഡൂഡു കാണാൻ പോവാട്ടോ. നീ ആ കയറെ പിടിച്ചുവിടായിരുന്നോ? കയറാൻ പറ്റൂ പിന്നെ. കണ്ടോ, ഡൂഡു അങ്ങനെ ആദ്യമായിട്ട് മച്ചിന്റെ മേലെ കയറി. ചാടലേ ചാടലേ, ചാടി പൊളിക്കല്ലേ മൊത്തം. എന്നാ പോവാ. സംഭവം എല്ലാം അതിൽ നിന്ന് കൊളുത്ത് പിടിപ്പിച്ചിട്ട് അടച്ചു വെക്കും കേട്ടോ. ഇറങ്ങി. എന്താ ഉണ്ടാക്കണേ? പറയില്ലടി, പറയില്ല. ഒരു കുഞ്ഞിപ്പെണ്ണുണ്ട്, കാണിക്ക് നേരെ ഒക്കെ കുഞ്ഞിപ്പെണ്ണേ. അയ്യോ, ജിങ്ക ജിങ്ക ജിങ്കാലേ, ജിങ്ക ജിങ്ക ജിങ്കാലേ, ജിങ്ക 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 ജിങ്ക. ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അല്ലല്ല, ഇത് ഇങ്ങനെയല്ല. ഇതെടുക്ക്, ഈ സാധനം തട്ടുകട. ഇത് ഇതിനകത്ത് പെട്ടതല്ല. ഇത് അത് തട്ടി കളയാൻ പറ്റില്ല, അത് മുറിച്ച് കളയുന്നില്ല. അത് അങ്ങനെ ഊരാൻ പറ്റുമോ? ഇതാണ് കട്ടപ്പെട്ടി. ഇതാണ് സാധനം. ഇതും കൂടെ വെച്ചാൽ ഇത് സാക്ഷ്യം. ഇത് വേറെന്തോ എങ്ങനെ കയറി കുടുങ്ങിയത് അതിനകത്ത്. ആണോ? സാക്ഷിയോ? ഇതിന്റെ വാതിലിന്റെ അതിന്റെ സാക്ഷ. അതാണല്ലേ അതിന്റെ പേരെന്താ? സാക്ഷ്യം. അപ്പൊ ഇതിനകത്ത് എങ്ങനെ ഇത് നിലത്ത് വെച്ചിട്ട് ചുമ്മാ മറ്റേ മണ്ണും ചെടിയും കൂടി കഴിച്ചിട്ട് എടുത്ത സാധനമായി അല്ലേ? അപ്പൊ ഈ പ്രോഗ്രാമിന്റെ നേതൃത്വം വഹിക്കുന്നത് ഡ്യാഡിയാണ്. ഡാഡി ഇവിടെ രണ്ട് സൈഡിലും ചുറ്റും പോകും. അങ്ങനെയാണ് ഇത്. അപ്പൊ പപ്പയ്ക്ക് കുറച്ച് നാളത്തേക്ക് എട്ടിന്റെ പണി ഉണ്ടാവും കേട്ടോ. ഇതാണ് വർഗീസ് പറഞ്ഞ നിന്റെ നിധി. ഏത് നിധി? നിന്റെ വീട്ടിൽ തന്നെ നിനക്ക് നിധി ഉണ്ടാവുന്ന. അതെ, ഇഷ്ടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനത്തിനെയാണ് നിധി എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറം ഇപ്പുറം ഓട്ടയാണ് കൂട്ടുകാരെ. അല്ലേ? ഇതൊക്കെ ഇത് തന്നെ ഇരുന്ന് കാറ്റാടിനെ പോലെ കറങ്ങണ്. അപ്പൊ മാജിക് ഉണ്ടാക്കാൻ സാധനം കൈ കിട്ടി. എന്നാ ചെയ്യാനാ? ഇതാണ് പണ്ടത്തെ കാർമ്മമാരൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉപകാരം ഉണ്ടാവും അല്ലേ? ഈ പണ്ടൊക്കെ വീടൊക്കെ ഉണ്ടാക്കുമ്പോ സ്വന്തം കട്ട പിടിച്ച് കട്ട ഉണ്ടാക്കിയിട്ട് ആണ് വീടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ഈ വീടൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. കുറെ നമ്മളല്ല ഇച്ചയല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കല്ലേ. അപ്പനെ കൂടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇതുകൊണ്ടാണ് കൂട്ടുകാർ ഇനി കളികൾ, നമ്മുടെ കളികൾ മൊത്തം തുടങ്ങുകയായി. കോഴിനെ ഓടിച്ചതാ. പോവാം. അപ്പൊ കൂട്ടുകാർ നമ്മുടെ ഇഷ്ടി ഉണ്ടാക്കുന്ന സാധനം കൊണ്ട് നമ്മൾ ഇഷ്ടി ഉണ്ടാക്കുന്ന പറഞ്ഞു. നമ്മൾ എന്തിനാ എവിടെയാ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല. കാണിച്ചു തരാട്ടോ. സ്ഥലത്തെത്തിയിട്ട് നമ്മൾ പറയാട്ടോ. നമ്മുടെ കുന്നിന്റെ മേലെയാട്ടോ നമ്മൾ പോകുന്നേ. കേട്ടോ, കണ്ടോ ഒരുത്തന്നെ ഓടുന്നുണ്ടോ? ഡൂഡാണ് ഫ്രണ്ടിൽ ഓടി പോകുന്നത് കേട്ടോ. ഡൂഡ് ഭയങ്കര ഇഷ്ടാണോ? ഊഞ്ഞാലാടുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ. അതിനകത്ത് ആ ഊഞ്ഞാലിൽ ആടുമ്പോ വെച്ചാല് നല്ല ഹൈറ്റിലായതുകൊണ്ട് അപ്പുറത്തെ മലകളും എല്ലാം കാണാം കേട്ടോ. ഭയങ്കര രസമാണ് വെക്കുമ്പോ തന്നെ. അതുകൊണ്ട് ചെക്കന് ഭയങ്കര ഇഷ്ടാ. എന്തോ ഇച്ചാച്ചി ഊഞ്ഞാൽ കയറുമ്പോ ഡൂഡ് ഊഞ്ഞാൽ കയറുവോ? കിതച്ചട്ടോ നല്ലോണം. നല്ല കയറ്റം കയറി കയറി മടുത്തു. ആ കയറ്റം മൊത്തം കയറി എടുത്തുമ്പോഴേക്കും മടുക്കൂട്ടോ. ഊഞ്ഞാലിന്റെ എവിടെയുള്ള ആ ഊഞ്ഞാലിൽ നമുക്ക് കുറച്ച് കേട്ട് കയറാം. നമുക്ക് കൂട്ടുകാരെ ആദ്യം കാണിച്ചു കൊടുക്കണ്ടേ, എന്നിട്ട് ഊഞ്ഞാലിൽ കയറാട്ടോ. നമ്മുടെ ലക്ഷ്യസ്ഥലം ഇത് മനസ്സിലായില്ലേ? സ്ഥലം മനസ്സിലായില്ലേ? നമ്മുടെ മീൻകോളാട്ടോ കാണുന്നേ. നമ്മുടെ ലക്ഷ്യസ്ഥലം ഇതാണ് കണ്ടോ. നമ്മുടെ പറമ്പില് കുന്നിലെ ഏറ്റവും മേലുള്ള സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്താണ് നമ്മൾ എത്തിയത്. അക്കരത്തെ കുന്ന് വരുന്നതാണ്. അതിട്ടിട്ട് ഉടനെടി
ചെക്കൻ മീൻകുളത്ത് എങ്ങനെ പോയി ചാടിയാലേ ലൂഡു ഇങ്ങോട്ട് തന്നെ പോരുത് കേട്ടോ. എന്ത് ചെയ്താനെ ഇങ്ങോട്ട് വാ. കണ്ട ഇവന്റെ പരിപാടി ഒക്കെ മീനെ പിടിക്കുന്നേ കണ്ടോ ചെക്കൻ തന്നെ വന്നിട്ട് ഈ മീൻ പിടുത്താട്ടോ പരിപാടി. അതിന് അറ്റത്തൊരു അതാ വെള്ളം മൊത്തം തലയിരിക്കും. ഈ വെള്ളം മൊത്തം വൃത്തിയാക്കാൻ വേണ്ടി കേട്ടോ. വെള്ളം നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും, പക്ഷെ എങ്കിലും നമ്മുടെ ഈ ഗ്രീനെറ്റ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിരിക്കുന്നതുകൊണ്ട് മൊത്തം പച്ച കളർ വെള്ളം വന്നത് കേട്ടോ. വെയിൽ കിട്ടുന്നതുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യണം. കൊന്നോ? ഒന്നു നിന്നെ വിളിച്ചതാ. അതെ ഇങ്ങോട്ട് നോക്ക്, നമ്മൾ പറയാമെന്ന കാര്യം പറയണ്ടേ? വാ 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 അതോടെ വെക്ക്. അതോടെ ചേ ഡൂഡിനെ വന്നേ. വാ ഇറങ്ങ് ഇങ്ങോട്ട് ഇറങ്ങ്. പുറത്തോ രണ്ടും പുറത്തു പോ. അപ്പൊ കൂട്ടുകാരെ നമ്മളിവിടെ എത്തി. അപ്പൊ നമ്മൾ ഈ സാധനം കൊണ്ടാണ് നമ്മൾ പറഞ്ഞ കട്ട ഉണ്ടാക്കി ഇഷ്ടിക ഉണ്ടാക്കി. നമ്മൾ ഇഷ്ടികയും കൊണ്ട് നമ്മൾ എന്താ കുഞ്ഞു ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പൊ കൂട്ടുകാരെ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഒരുമിച്ച് പറഞ്ഞ റെഡി 1 2 3 സ്റ്റാർട്ട്. ഞങ്ങൾ അങ്ങനെ ഈ മീൻകുളത്തിന്റെ അടുത്ത് ഹട്ട് പണിയാൻ പോട്ടോ. ഹട്ട് ഹട്ട് പണിയാൻ തീരുമാനിച്ചു. അതായത് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ മണ്ണ് കുഴച്ച് കട്ട ഉണ്ടാക്കി ആ കട്ട വെച്ച് നമ്മൾ ഇവിടെ ഹട്ട് ഉണ്ടാക്കാൻ പോകും കൂട്ടുകാരെ. ഇവിടെ നോക്കുമ്പോ നല്ലൊരു വ്യൂവും എന്താ പറയാ മീൻ കുളവും. നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും നൈറ്റ് മീനൊക്കെ പിടിച്ച് പൊരിച്ച് തിന്നുകയും ചെയ്യാം. കാണുന്ന നെല്ലിമരാണ് കേട്ടോ, ഭയങ്കര രസം ഇവിടെ. ഓ എന്റെ പൊന്നെ, ഇപ്പതിനെ പിടിച്ച് തിന്നൂല നീ. ആ ചക്കന് മീൻ വെച്ചാല് ഭയങ്കര ജീവനാട്ടോ. അപ്പൊ ഈ കാണുന്ന സ്ഥലം കണ്ടോ? ഈ കാണുന്ന സ്ഥലം മൊത്തം നമ്മൾ വൃത്തിയാക്കി എടുത്ത് നമ്മൾ ഇവിടെ വേണം നമ്മൾ പറയുന്ന ഇവിടെയുള്ള ഒരു മിനിറ്റ് കുഞ്ഞോ മൊത്തം ഇവിടെ നിരപ്പ മത്തായി ആക്കണം. എന്നിട്ട് വേണം മീനിന്റെ കഥ തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ ഇനി ഇവിടെ കൊറേ കല്ലൊക്കെ കണ്ടോ? ഈ കല്ലൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ മാറ്റി വിറകൊക്കെ താഴോട്ട് വീട്ടിൽ കൊണ്ടിടണം. എന്നിട്ട് ഇവിടെ മൊത്തം ചെത്തി ലെവലാക്കിയിട്ട് ഇവിടെ ഞങ്ങൾ കൈ കൊണ്ട് മണ്ണ് കുഴച്ച് കട്ട ഉണ്ടാക്കി അതും കൊണ്ട് നമ്മള് ഹട്ട് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പെട്ടെന്നൊന്നും തീരില്ല നമുക്കറിയാം, പക്ഷേ ഞങ്ങൾ കുറെ സമയം എടുത്തിട്ട് മെല്ലെ നമ്മുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കുന്നതിന് ഭയങ്കര വാല്യൂ ആയിരിക്കുമല്ലോ. അപ്പൊ ഒന്ന് വന്നിരിക്കുമ്പോൾ ഭയങ്കര സമാധാനമായിരിക്കുമല്ലോ. അങ്ങനെ നമ്മള് ഇവിടെ ഈ പറമ്പിൽ തന്നെ ഒരു ഹട്ട് പണിയാൻ നമ്മൾ തീരുമാനിച്ചു. റെഡിയാണോ സംഭവം? റെഡിയല്ലേ? യെസ്. അപ്പൊ കൂട്ടുകാരെ നമ്മളിവിടെ ഹട്ടൊക്കെ പണിത് കഴിയുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് വന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ വന്ന് ഇരിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെ കാണാനൊക്കെ വരില്ലേ? അപ്പൊ നമ്മുടെ കൂട്ടുകാർക്കും ഇരിക്കാലോ. നമ്മുടെ കൂട്ടുകാർക്കും പരിപാടികളാണ് ഇന്ന് തൊട്ട് തുടങ്ങാൻ പോകുന്ന കൂട്ടുകാരെ. ഇനി തൊട്ടുള്ള വീഡിയോയിൽ മൊത്തം നമ്മള് പറ്റുന്ന ദിവസമൊക്കെ ഇങ്ങനെ ഹട്ട് പണിയാനുള്ളതാണ് നമ്മൾ തീർക്കാൻ പറ്റത്തില്ല. കാരണം അറിയാലോ പൊന്നു നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് മെജോറിറ്റി ടൈമിൽ നമുക്ക് വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും. പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ കുറച്ചെയാണ് നമ്മൾ ഈ ഹട്ട് പണി തീർക്കുക കേട്ടോ. അപ്പൊ ഒരുപാട് നാളത്തെ ചിലപ്പോൾ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ കുറെ നാളെടുത്ത് തന്നെ വരും, ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. നമ്മളെ കൊണ്ട് തന്നെ ഉണ്ടാക്കാനും മൊത്തം കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാനും നമ്മൾ ട്രൈ ചെയ്യും കേട്ടോ. എനിക്ക് ഇങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ ഭയങ്കര ക്ഷീണിച്ചു, പിന്നെ ഇത് വേണം എന്നൊക്കെ പറയുന്ന കാരണം പിന്നെ മമ്മീന്റെ ഒക്കെ ആഗ്രഹമല്ലേന്ന് ചോദിച്ചിട്ട് പിന്നെ പ്രസവ ശുശ്രൂഷ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അപ്പനൊക്കെ ഈ സാധനം കൊണ്ട് കട്ടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കട്ടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യം തന്നെയായിട്ടാണ് സന്തോഷമുണ്ട് അല്ലേ? ഭയങ്കര സന്തോഷമുണ്ടല്ലേ? അതുപോലെ കിട്ടിയ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ നമ്മുടെ അപ്പൻ എന്ന് വെച്ചാല് അപ്പൻ എന്താണ്? അപ്പന്റെ പേര് ഉലഹന്നാൻ. അപ്പന്റെ പേര് ഉലഹന്നാൻ എന്നായിരുന്നു കേട്ടോ. അതായത് പപ്പയുടെ അപ്പൻ ഉലഹന്നാൻ എന്നാണ് പേര്. അപ്പൊ അപ്പൻ പണ്ട് എറണാകുളം നമ്മുടെ തൊടുപുഴ നെല്ലാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് പണ്ട് ഏതോ കാലത്ത് കുടിയേറി വന്നോട്ടോ വയനാടിന്. അത് വയനാട് വന്നിട്ട് ഇവിടെ കുറെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ആയിയാണ് സർവൈവ് ചെയ്ത് ഒരുപാട് സർവൈവ് ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പൻ. ഈ പറമ്പ് ഇങ്ങനെയൊന്നും അല്ലാട്ടോ കൂട്ടുകാരെ, നിറയെ കാപ്പിയും കുരുമുളകും അല്ലോ ഞാൻ ഭയങ്കര നെല്ലും കാര്യങ്ങളും കൃഷിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വരുന്നതിനൊക്കെ മുന്നേ നമ്മളിവിടെ താഴെയൊക്കെ ആയത് കാരണം എൻ്റെ അച്ചാച്ചനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ചാച്ചനൊക്കെ ഇവിടെ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ എന്നോട് അച്ചാച്ചൻ കുറെ കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നിറയെ നെല്ലായിരിക്കും, മുറ്റത്ത് വിളവൊഴിഞ്ഞിട്ട് ഒരു ദിവസം ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാം പോയി ഇങ്ങനെ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതെല്ലാം കൂടി വീണ്ടെടുക്കാൻ പോവുകയാണ്. കട്ട ഉണ്ടാക്കാൻ
പറ്റുന്നത് പോലെ നമ്മള് ആ സ്ഥലമൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പോവാ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പോയിട്ട് ഫസ്റ്റ് ട്രയൽ അടിച്ചു നോക്കാം. നമ്മൾ കട്ട ഉദ്ഘാടനം. ഉദ്ഘാടനം, അതെ കട്ട ഉദ്ഘാടനം. വാ. അപ്പൊ കൂട്ടുകാരെ ഏതാണ് പൊന്നൂനും ഡൂഡൂനും അതിനകത്ത് കയറി ആടണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പിടിച്ച് ആട്ടു കേട്ടോ. കണ്ടോ ഇവിടെ നോക്കി ഇങ്ങനെയാണ് ഊഞ്ഞാലിൽ കയറി നാടും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര രസമായിട്ട് ഇവിടുന്ന് അതായത് നല്ല ഹൈറ്റ് ഊഞ്ഞാലാടുമ്പോൾ ആ മരത്തിനൊക്കെ മേലത്തുള്ള വ്യൂ കാണാം, ആ മലയൊക്കെ കാണാൻ പറ്റും. ഉന്നണോ പോട്ടെ മോളിലേക്ക് പിടിച്ചിരി അല്ലെ അപ്പുറത്തെ മലയിൽ പോയി കിടക്കുന്നു നീ. അപ്പൊ പൊന്നൂന് തന്നെ ഊഞ്ഞാലാടണം ഭയങ്കര ആഗ്രഹം കേട്ടോ. ഡുണ്ടു ഓ ചെക്കൻ ഇരുത്തി ആട്ടാത്ത സങ്കടമായിട്ടോ. കുഞ്ഞപ്പാ എടി കൊച്ചിനെ ഇരുത്തി ആടാൻ ഞാൻ പറഞ്ഞതല്ലേ, കൊച്ചിനെ ഇരുത്തി ആടിയാൽ അത്ര ഹൈറ്റ് ഒക്കെ ആടാൻ പറ്റില്ല. അതുകൊണ്ട് നോക്കിയേ അപ്പോഴും സങ്കടമായി പോയിട്ട് ഡൂഡുവിന്. നമുക്ക് മുന്നേ ഇറങ്ങി താഴെ. അത് ശരി. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ കട്ടേന്റെ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. സാമ്പോ ഇവിടെ കളയ്ക്കും കേട്ടോ. കണ്ടോ മണ്ണെടുക്കും കേട്ടോ. അവന്റെ മേലത്തെ പുല്ലൊക്കെ ചെത്തി കളഞ്ഞിട്ട് അതിന്റെ അടിയിലുള്ള മണലെടുത്തിട്ട് മണ്ണെടുത്തിട്ട് അരിക്കണ്ടോ ഞാൻ ഡെമോ ആയത് കാരണം അരിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഉദ്ഘാടിക്കുക കേട്ടോ. മണ്ണിരനെ കണ്ടോ? ഇപ്പൊ അളിയൻ കണ്ടായിരുന്നേ കൊണ്ടല്ലോ ചൂണ്ടണ മൈനും കൊണ്ട്. അപ്പൊ സാമ്പ ഭയങ്കര കൊത്താട്ടോ എന്നും ഇനി. ആ ഇനിയിപ്പോ നമുക്ക് എടുത്തിട്ട് നേരെ മിറ്റത്തോട്ട് കളിക്കാം. ഓക്കെ. എന്റെ പൊന്നെ ശക്തിമാൻ പോകുന്നതാ, പുറകെ ഒരു സ്പൈഡർമാനും. അപ്പൊ പപ്പ പറഞ്ഞ ഈ പലക 2-3 ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷമാണ് ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ. അതായത് ഈ പല വെള്ളം കുടിക്കണം തോന്നുന്നു നല്ലോണം. ഇങ്ങനെ കട്ട ഇതാക്കിട്ട് പൊക്കി എടുക്കുന്ന നേരത്തെ നനവില്ലേ, അതിനായിരിക്കും. ഫസ്റ്റ് നമുക്കിപ്പോ ഡെമോ ചെയ്യുന്ന നേരത്തെ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഭയങ്കര കഷ്ടപ്പാടാട്ടോ. പൊക്കാൻ പറ്റില്ല. ആ മണ്ണ് പിന്നെ കനയില്ലേ, പൊക്കാൻ പറ്റും അങ്ങനെ. അപ്പൊ ഈ മണ്ണെടുത്ത് നമ്മൾ ഫസ്റ്റ് അപ്പൊ കൂട്ടുകാരെ വെച്ചത് ഇതിന്ന് മണ്ണും കല്ലും പിന്നെ അതിലെ പുല്ലൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ചെറുക്കന് പേടിയില്ല കേട്ടോ. എന്താ ഡൂഡു അത്? നൂഡിൽസോ? ഏകദേശം അരിച്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലിയ വലിയ കല്ലൊക്കെ മാറ്റിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഇനി ഉള്ളൂ. പണിയെടുക്കുക പാപ്പേന്ന്. ഈ മണ്ണ് മതിയോ ശരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോ? മണ്ണില്ലേലും കുഴപ്പമില്ല ഉണ്ടാക്കാം. അപ്പൊ ചിലപ്പോ ഉണങ്ങാൻ നേരത്തെ പിരിഞ്ഞു പോകും. ഉണ്ടാക്കിയിട്ട് വെറും മണ്ണിന്റെ മേത്ത് വെച്ചാൽ മതി. അത് ഷീറ്റ് ഇട്ടിട്ടാണോ? ഒരു ദിവസം കൊണ്ട് ഉണങ്ങോ? 3-4 ദിവസം. വെള്ളം നനച്ചു കൊടുക്കണോ? വേണ്ട. ഇത് ആദ്യത്തെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു 1.5 വെയിൽ കൊള്ളുമ്പോഴത്തേക്കും ഇത് ഇളക്കണം. ഇളക്കിയിട്ട് 4 ദിവസം ചെത്തണം. കണ്ടോ അതിന്റെ മേലെ കാറ് കയറ്റി വലിക്കും. അടുക്ക് നമ്മൾ സിമെന്റ് ഒക്കെ മിക്സ് ആക്കുമ്പോഴല്ലേ കുഴിയാക്കും. എന്നിട്ടാണ് വെള്ളം ഒഴിക്കുക കേട്ടോ. ദൈവമേ കട്ട ഉണ്ടാക്കാൻ കഴിവ് വരണേ. കട്ട ഉണ്ടാക്കാൻ പറ്റണേ. ആ കൈ കഴിച്ചോ. ഫസ്റ്റ് കൈ കഴുകി വെള്ളം ഒഴിച്ചോ. അപ്പൊ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പം മതിയോ? മിക്സ് ആക്കാം കേട്ടോ. ചവിട്ടി കുഴക്കണോ? ചവിട്ടി കുഴച്ച് നല്ല കല്ലൊക്കെ ഇടുമ്പോണ്ടല്ലോ, കല്ല് നല്ലോണം കൊള്ളുന്നുണ്ട്. ചിലപ്പോ കാല് മുറിയ സാധ്യതയുണ്ട്. ഡൂഡുവിനെ നിറയ്ക്കോ? നമ്മുടെ കട്ടപ്പെട്ട് റെഡിയായിട്ടുണ്ട്. വെള്ളത്തിൽ മുക്കി വെച്ചത് ശരിക്കും 2-3 ദിവസം മുക്കി വെക്കാൻ കേട്ടോ പറഞ്ഞേ. എന്റെ മോനെ അയ്യോ ശരിയായോ? ഇല്ല, ചെറുതായിട്ട് ചൂടുകൂടും കേട്ടോ. ഈ 4 മൂല ശരിക്കും വെള്ളം കൊണ്ട് നമുക്ക് എന്നാലും 4 മൂലയിൽ മണ്ണെത്തുള്ളൂ. അത് മതി. സാമ്പോയിന്റെ കയ്യ്. അപ്പൊ നോക്കാൻ പോവാണേ. ഫസ്റ്റത്തെ കട്ട അങ്ങോട്ടോ ഞാ അങ്ങോട്ടേ അനക്കാവ് പൊക്കണം. ഇത് അതിനെ പിടിച്ച കൂലിക്ക് അനക്കാണ്ട് നോക്കുമ്പോ വരുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഒരു കട്ടയായി. സക്സസ്. അപ്പൊ ഇവിടെ അനക്കാണ്ടായിരുന്നു പോക്കണ്ട, പക്ഷെ ഞാൻ അനക്കായിട്ട് ബുക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ചെറിയ അപാധകൾ ഉണ്ടെന്നായാലും. അപ്പൊ എന്താ നമ്മുടെ ഡെമോ കട്ടേന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പൊ ഉണങ്ങാൻ വേണ്ടിട്ട് 1, 2, 3 ദിവസം നിക്കണം എന്ന് പറഞ്ഞേ. ഇപ്പൊ സാമ്പുവിന്റെ കൈ ഉണ്ട് കേട്ടോ അതില്. എടാ എന്റെയും കൂടെ കൈ വെച്ചോട്ടെടാ അതിന്റെ ഉള്ളില്. കണ്ടോ ഇച്ചാന്റെ കയ്യില് ഞാൻ ഇത്രേ ഉള്ളൂ കേട്ടോ. കുറഞ്ഞു പോന്നു. ഇനി ഡൂളുവിന്റെ അപ്പൊ കൂട്ടുകാരെ ഇനി കട്ട ഉണങ്ങണം കേട്ടോ. അവിടെ ഇരുന്നിട്ട് വെയില് കൊണ്ട് ഉണങ്ങി. ഇന്ന് ഒരു ദിവസം മൊത്തം വെയിൽ കൊള്ളണം അല്ലേ? ഒരു ദിവസം അല്ല, 3-4 ദിവസം വെയിൽ കൊള്ളണം ശരി. അല്ല 1.5 ദിവസം വെയിൽ കൊണ്ട് കഴിയുമ്പോ നമുക്ക് മറിച്ചിടണം കട്ട. സൈഡൊക്കെ ചെത്തി വൃത്തിയാക്കണം. അപ്പൊ 6 സൈഡും അങ്ങനെ 6 അല്ല 8 സൈഡൊക്കെ. 8 സൈഡ് എങ്ങനെയാ? 1, 2, 3, 4, 5, 6 സൈഡ്. അപ്പൊ 6 സൈഡുള്ള കട്ട നമ്മളിങ്ങനെ മറിച്ചിട്ടിട്ട് ചെത്തി ലെവലാക്കിയൊക്കെ എടുക്കണം കേട്ടോ. അപ്പൊ കൂട്ടുകാര് നമ്മുടെ ഫസ്റ്റത്തെ കട്ട അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു കേട്ടോ. അപ്പൊ കൂട്ടുകാര് രണ്ടും കൂടെ വെള്ളത്തിൽ കളിക്കും കേട്ടോ. രണ്ടുപേരും മൊത്തം ക്ലീൻ ആക്കിയത് മമ്മീന്റെ നല്ല കോളായിരിക്കും കേട്ടോ. കേറി വരുന്ന മുറ്റത്ത് തന്നെയാട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഓക്കേ പൊന്മണി. അങ്ങനെ കട്ട ഉദ്ഘാടനം കഴിച്ചിടൂ. കട്ട ഉദ്ഘാടിച്ചു പറ.